12 മാസം കൊണ്ട് 4 മില്യൺ കോപ്പി വിറ്റഴിഞ്ഞ ബെസ്റ്റ് സെല്ലറാണ് മെൽ റോബിൻസിൻ്റെ ദ ലെറ്റ് ദം തിയറി. ഈ ബുക്കിൽ മെൽ റോബിൻസൺ പറയുന്നു, ദ ഫാസ്റ്റസ്റ്റ് വേ ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് ഈസ് ടു സ്റ്റോപ്പ് കൺട്രോളിങ് എവ്രി വൺ അറൗണ്ട് യു. നിങ്ങളുടെ ലൈഫിൻ്റെ നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കണോ? നിങ്ങൾ മറ്റുള്ള ലൈഫിൽ ഇടപെടാതിരിക്കുക. അവർ പറയുന്നു, മറ്റുള്ള ജീവിതം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ വേസ്റ്റാക്കുന്ന എനർജി, അറ്റൻഷൻ, ടൈം എന്തുമാത്രം നമുക്കൊരു ഐഡിയ ഇല്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യാത്തത്, അവരുടെ ഫീലിങ്സ് എന്താണ്, ഇതിൻ്റെ മേലേക്ക് നമുക്ക് സീറോ കൺട്രോളേ ഉള്ളൂ. എന്നിട്ടും അത് നിയന്ത്രിക്കാൻ വേണ്ടി എന്തുമാത്രം എനർജിയാണ് നമ്മൾ ബേൺ ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഇൻ ദ ഗോസ്പലിൽ ഒരു സിമിലർ സിറ്റുവേഷനാണ്. പത്രോസിന് ഈശോ ഒരു ദൗത്യം കൊടുത്തു, ഫോളോ മീ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പത്രോസ് നോക്കുമ്പോൾ പിന്നാലെ യോഹന്നാൻ വരുന്നു. പത്രോസിനറിയാം യോഹന്നാൻ ഈശോയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, ഇവൻ്റെ കാര്യം എന്തായി? അപ്പോൾ ഈശോ പറഞ്ഞാൽ, നിനക്കെന്താടാ, ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താ? അപ്പോൾ പത്രോസിനോട് ഈശോ പറയുന്ന, എടാ നീ നിൻ്റെ കാര്യം നോക്കുക, അവൻ്റെ കാര്യത്തിൽ നീ എന്തിനാ ഇടപെടുന്നേ? നമ്മളൊക്കെ ലൈഫിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതേ മറ്റുള്ളവർക്ക് എന്ത് കിട്ടി, മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയില്ല, അവരുടെ ഫീലിംഗ് എന്താണ്, അവരെ പോകുന്ന പോക്ക് ശരിയല്ല എന്നൊക്കെ ഓർത്തിട്ടാണ്. നമ്മൾ നാടൻ ഭാഷ പറയുമല്ലോ, അവരായി അവരുടെ പാടായി. അതിൻ്റെ ഇംഗ്ലീഷാണല്ലോ ലെറ്റ് ദം തിയറി. നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് എന്തിനാണ് നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ കളയുന്നത്?